channel. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സാരി ഡ്രേപ്പിംഗ് ആണ് കേട്ടോ. സാരി ഡ്രേപ്പിംഗ് ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ച സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാമെന്ന്, അതുപോലെ തന്നെ പ്ലീറ്റ്സ് എങ്ങനെ എടുക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക, ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അത് പ്ലീറ്റ്സ് എങ്ങനെ എടുക്കാമെന്നുള്ള വീഡിയോ അത് ഒരു തരത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു ടൈപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനിയും കുറേ രീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം, ഈസിലി പ്ലീറ്റ്സ് എടുക്കാം, നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് വൺ സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് സാരി ഉടുക്കുമല്ലോ, അതെങ്ങനെ ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം, ഫ്രണ്ടിലെ പ്ലീറ്റ് എങ്ങനെ ഭംഗിയായിട്ട് എടുക്കാം, അതൊക്കെ നമ്മളിന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സാരി ഡ്രേപ്പിംഗ് നമ്മൾ ചെയ്യണതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ സ്കേർട്ട്. ഓക്കെ, അണ്ടർ സ്കേർട്ട് എപ്പോഴും ചൂസ് ചെയ്യുമ്പോഴത്തേക്കും മെലിഞ്ഞവരാണെങ്കിൽ, നല്ല സൂപ്പർ സ്ലിം ആയിട്ടുള്ളവരാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഷേപ്പ് വെയേഴ്സ് എടുക്കരുത്. അതിന് പകരം എടുക്കേണ്ടത് കോട്ടൺ അണ്ടർവെയർസ് അണ്ടർവെയർസ് അല്ല, അണ്ടർ സ്കേർട്ട്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ അണ്ടർ സ്കേർട്ട്സ് ഉണ്ടാവുമല്ലോ, അതെടുക്കുക. ഓക്കെ, കോട്ടൺ അണ്ടർ സ്കേർട്ട്സ് എടുക്കുക. എങ്കിലേ അവർക്ക് ആ ഒരു ഇച്ചിരി കൂടെ ആ ഒരു ഫുൾനെസ്, ആ ഒരു ഇത് തോന്നിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കരമായി ഇങ്ങനെ മെലിഞ്ഞ് വീണ്ടും ഭയങ്കരമായി സ്ലിം ആയതുപോലെ തോന്നും, അതൊരു ഭംഗി ഉണ്ടാവില്ല. സോ ബെറ്റർ ഗോ ഫോർ കോട്ടൺ അണ്ടർ സ്കേർട്ട്സ്. പിന്നെ മീഡിയം സൈസ്, പ്ലസ് സൈസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഷേപ്പ് വെയേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഷേപ്പ് വെയർ വാങ്ങിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കെട്ടുള്ള അണ്ടർ സ്കേർട്ട്സ് എടുക്കുക. ഓക്കെ, ചിലതിൽ എലാസ്റ്റിക് മാത്രമേ കാണുള്ളൂ, അങ്ങനെ എടുക്കാതിരിക്കുക. കെട്ടും കൂടെ ഉള്ള അണ്ടർ സ്കേർട്ട്സ് എടുക്കാനായിട്ട് നോക്കുക. ഷേപ്പ് വെയറിൽ തന്നെ കെട്ടും എലാസ്റ്റിക് കൂടെ വരുന്നത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡ്രേപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പച്ച കളർ സാരിയാണ്. ഓക്കെ, ബ്ലൗസ് നമുക്ക് അവസാനം ഇടാം. ഈ സാരി ഇത് കാഞ്ചീപുരത്തുനിന്ന് എൻ്റെ അച്ഛൻ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതിൻ്റെ എൻഡും മുന്താണിയൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ സാരി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഈ പോർഷനിൽ പ്രിൻ്റ് അല്ല, ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ളൊരു സംഭവം തന്നെയാണ്. ഈ സാരിക്ക് എന്തോ പേരുണ്ടോ കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ള് ഇതുപോലെ വരും. ഓക്കെ, നമ്മുടെ മുന്താണി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഏത് പാർട്ടാണ് താഴെ വരുന്നത് മുകളിൽ വരുന്നത് നോക്കുക. ഇതിലിപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ രണ്ട് സൈഡും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു കൊടുക്കാം, മറിച്ചു കൊടുക്കാം, അത് നോക്കുക. ഞാൻ തിരിച്ചെടുക്കുകയാണ്, കാരണം ഇത് ഇവിടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇവിടെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതുള്ളൂ. അങ്ങനെ എടുക്കണമെന്നില്ല, ഞാൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കും. അത് എല്ലാ സാരിയിലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ അമ്മമാരിൽ നമ്മൾ പഠിച്ചതാണ് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ചെയ്യണ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എൻഡ് പോർഷൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കും. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ താന്ന് പോയാലും അത് അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ താന്ന് കിടക്കണത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കണത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സ്ഥലം. ഇതിപ്പോൾ ഇച്ചിരി ഇത് ഇങ്ങനെ ഇരിക്കും കാണാനായിട്ട്. തുടക്കം നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഇവിടെ ടക്കിൻ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പം താഴോട്ട് പോകത്തില്ല. നമ്മൾ ചപ്പലിട്ടിട്ട് വേണം സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട്, അപ്പോഴേ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആവുള്ളൂ. ചപ്പലിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തോട്ട് ടക്കിൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ചിലപ്പം വെള്ളപ്പൊക്കം വന്ന പോലെ നമ്മൾ കയറ്റിയൊക്കെ ഉടുക്കും. ബെറ്റർ ചപ്പൽ ഹീൽസൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ലെങ്ത്ത് നോക്കി. ലെങ്ത്ത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു ലെങ്ത്തിന് വേണം നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഹീൽസൊക്കെ ഇട്ടുമെങ്കിലും നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടില്ല, ചെരുപ്പ് ഇട്ടിട്ട് ജസ്റ്റ് നോക്കുക. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം. ഇതിപ്പോൾ ഞാൻ കയറ്റിയിട്ടില്ല, ഇങ്ങനെ
നമ്മുടെ കാലിലിങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ കിടക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കണം, അത്രേ ഉള്ളൂ. ഇത്ര ഓക്കെ, കണ്ടോ? ഇത്രയും ഈ ഒരു ലെങ്ത്തിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കും. നമ്മുടെ വയറിൻ്റെ ഭാഗം വെച്ചിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കും. അത്രയും പോർഷൻ മാത്രം. ചിലർക്ക് ഹൈറ്റ് കൂടുതലാകുമ്പോഴത്തേക്കും ഇവിടെ മുകളിൽ കുത്താനായിട്ട് സ്പേസ് ഉണ്ടാവണമെന്നില്ല, അപ്പം കുറച്ച് മാത്രമേ കുത്താൻ പറ്റുള്ളൂ. സോ അതൊക്കെ നോക്കിയിട്ട് വേണം ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ചുറ്റ് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചുറ്റി കൊടുക്കും. ഒരു ചുറ്റേ, അതായത് ഇവിടെ നിന്ന് കറങ്ങി ഇവിടം വരെ വരും, എന്നിട്ട് ബാക്കി അങ്ങ് വിട്ടേക്കോട്ടോ. അപ്പം ഇത് ഞാനിപ്പോൾ എൻ്റെ ആവശ്യാനുസരണം വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ലൂസൺ ചെയ്തിടുക. ഓക്കെ, എന്നിട്ട് പതുക്കെ പതുക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. വലിച്ച് പിടിച്ച് ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ അവസാനം വരുമ്പോഴത്തേക്കും അത് ഒരു വല്ലാത്തൊരു ഇതായി പോവും. അപ്പം ലൂസൺ ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഹൈറ്റിന് കിട്ടുകയും ചെയ്യും, അത് നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. സോ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആദ്യം ചെയ്യണ സമയത്ത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കും. അപ്പോൾ അവസാനം ആകുമ്പോഴത്തേക്ക് എന്തോ ഖണാന്നിരിക്കും. ഓക്കെ, സാരി കൊടുത്ത് വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും എത്തുന്നില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരും. ഒരു കംഫർട്ട് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും അത് നോക്കണം. അപ്പം ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമ്മൾ വിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ വൺ സൈഡല്ലേ ഇടുന്നത്, അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് ഒരു ചുറ്റ് ഇതിങ്ങനെ എടുക്കുക കയ്യിൽ, എന്നിട്ട് ജസ്റ്റ് ഒന്നുകിൽ പ്ലീറ്റ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ അങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ സാരി നമ്മുടെ കയ്യിൽ കിട്ടും. ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ജസ്റ്റ് എത്ര നീളത്തിന് വേണം നോക്കാം. നീളത്തിന് വേണം നോക്കിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, മുട്ടിന് 1 ഇഞ്ച് താഴെ അങ്ങനെ നിർത്തിയിട്ട് വേണം, അതായത് കാലിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മേലെ അങ്ങനെ നിർത്തിയിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇങ്ങനെ ഇടാനായിട്ട്. അപ്പോൾ ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ വെച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വിട്ട് നോക്കണം. നോക്കിയിട്ട് വിട്ട് ഇത് ചിലർക്ക് ഇങ്ങനെ താഴെ മുട്ടി കിടക്കണതൊന്നും ഇഷ്ടമുണ്ടാവണമെന്നില്ല. ചിലർക്ക് മേലെ ഇങ്ങനെ ഇരിക്കണം എന്നായിരിക്കും. ചിലർക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കാൻ താല്പര്യമുണ്ട്. ചിലർക്ക് ഇങ്ങനെ പ്ലീറ്റ് ഇടുമ്പോഴത്തേക്കും താഴെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലേ, അങ്ങനെ ഇടണം താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം പ്ലീറ്റിൻ്റെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ വൺ സൈഡിൻ്റെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ വിട്ട് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതങ്ങനെ അവിടെ സെക്യൂർ ആയിട്ടിരിക്കും. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ എടുത്ത് ഇതും കൂടെ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതവിടെ ഇരുന്നോളും, നമുക്ക് കംഫർട്ടായിരിക്കും. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം വലിച്ച് പിടിച്ച്, ഭയങ്കരമായിട്ട് വലിക്കില്ല കാരണം ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഇല്ലേ, ഇവിടെ പാവാടയും ഈ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നോർമലി പിൻ ചെയ്യണ പോലെ പിൻ ചെയ്ത് കൊടുക്കാം. ചിലപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അഴിച്ച് കളയേണ്ടി വന്നെന്ന് ഇരിക്കും, അത് മൈൻഡ് ചെയ്യണ്ട. ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ക്ലോത്ത് മൊത്തത്തിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മളിപ്പോൾ പ്ലീറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഇത്രയും വിട്ടിട്ട് ഇവിടെ ഇത്രയും വിടുക, എന്നിട്ട് നമ്മൾ പ്ലീറ്റ് എടുക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്രയും വിട്ടതിന് ശേഷമാണ് ഞാൻ പ്ലീറ്റ് എടുക്കാൻ പോണേ. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇപ്പം ഇത്രയും ക്ലോത്ത് നമുക്ക് ബാക്കിയുണ്ട്. അത് ഞാനിവിടെ പിൻ ചെയ്യുന്നില്ല. പിൻ ചെയ്യാതെ ഞാൻ ഇത്രയും പ്ലീറ്റ്സ് മാത്രമാണ് എടുക്കുന്നത്. ഈ ക്ലോത്തിനെ
ഈ സൈഡിലേക്ക് ഇങ്ങനെ വിട്ടിരിക്കുക കേട്ടോ. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും. സോ അത് എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇത്രയും വിട്ടിട്ട് ബാക്കി പ്ലീറ്റ്സ് ഇങ്ങനെ എടുക്കുകയാണ്. സോ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ടൈം ഉടുക്കുമ്പോൾ ഓക്കെ എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഉടുക്കാതിരിക്കരുത്. പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ അകത്തേക്ക് എടുത്ത് കുത്താം. പക്ഷേ ഈ വണ്ണം ഒക്കെ വയറ്റിൽ വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ബൾജ് ചെയ്തിരിക്കും ചില സാരികളിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നമ്മളിപ്പോൾ ഒരു ലൈൻ പോലെ ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഇതിപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് കിട്ടണം എന്നില്ല, അപ്പോൾ അതങ്ങ് ജസ്റ്റ് അങ്ങ് വിട്ടേക്കാം. സോ ഇങ്ങനെ ലൈൻ പോലെ അറേഞ്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കറക്റ്റ് ഓർഡറിലല്ലെങ്കിൽ താഴത്തെ പോർഷനിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കറക്റ്റായിട്ട് എടുക്കുക. അതാ ഇങ്ങനെ കണ്ടോ, കറക്റ്റായിട്ടൊരു ലൈനിലെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാനായിട്ട് പോവാണേ. ഇവിടെ ചിലപ്പോൾ ചില സാരികൾ ഇങ്ങനെ കുത്തി ഇറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അത് താനേ ഇറങ്ങിപ്പോക്കോളും. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടി. കണ്ടോ, ഇതിപ്പം നമ്മളിപ്പം അകത്തേക്ക് വെച്ചാലും കയറി ഇറങ്ങിയിരിക്കില്ല, ലൈക്ക് ബൾജ് ചെയ്തിരിക്കില്ല. കറക്റ്റ് നമുക്ക് കിട്ടും. കറക്റ്റ് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതിങ്ങനെ കുറച്ച് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എവിടെ വെച്ചാണോ കുത്തേണ്ടത് നമ്മുടെ ഹൈറ്റൊക്കെ നോക്കിയിട്ട് ഇതകത്തേക്ക് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുക. ഞാനിപ്പോൾ പാതി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിൻ ചെയ്യണം. ഓക്കെ, അതിന് മുന്നേ ഇതിൻ്റെ അകത്ത് നമ്മളൊരു പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, ഇവിടെ വെച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും തുണി നമ്മൾ ബാക്കി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചിട്ട് നമുക്ക് കൈ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോകുമ്പം നമുക്കൊരു പ്ലീറ്റ് കിട്ടും. അത് ചിലപ്പോൾ നമ്മൾ അവിടെ വെച്ച് പിൻ ചെയ്തിരിക്കുന്ന പ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, ആ പിൻ അങ്ങ് ഊരിക്കളഞ്ഞിട്ട് ഇവിടെ നിന്നൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു തുണി ഇവിടെ കിട്ടും. ഇവിടെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം ഒതുങ്ങി ഭംഗിയായിട്ട് വരും. അപ്പോൾ എന്താ ചെയ്യണ്ടേ, ഈ ഒരു പ്ലീറ്റ് ഇവിടെ വെച്ചിട്ട് ഒന്ന് അകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഊരിപ്പോവാതിരിക്കാൻ ഇവിടെ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഈ ബാക്കി വരുന്ന തുണി ജസ്റ്റ് ഈ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്ലീറ്റ്സ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പ്ലീറ്റ്സ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് എടുത്തു. ഇനി ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എങ്ങനെ ചെയ്യാൻ പോകാമെന്ന് നോക്കുകയാണ്. ഇവിടുത്തെ പ്ലീറ്റ് നമ്മൾ ഈ പിന്ന് ഊരിക്കളയുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഭംഗിയായിട്ട് കിട്ടും. എന്നിട്ട് ഈ ബാക്കിലുള്ള ഇതൊക്കെ ഒന്ന് വലിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പ്ലീറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ബാക്കിലേക്കൊന്ന് ഇതൊന്ന് വലിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പിടിച്ച് ഇവിടേക്കൊന്ന് വലിച്ചിട്ട് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. ഈ സംസാരിച്ചുകൊണ്ട് സാരി ചുറ്റുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു പണിയാണ്. ഓക്കെ, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്താൽ മതി. പിന്നെ ഒത്തി കയറി. ഓക്കെ, ഞാനിവിടെ സെക്യൂർ ചെയ്ത് കൊടുത്തു. ഇനി ഒരു സ്ഥലത്ത് കൂടെ സെക്യൂർ ചെയ്യണം. അത് ഈ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. ഈ പ്ലീറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത്, അതായത് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെയും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അത് ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്ലീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുക. അപ്പോൾ ഇവിടെ നമുക്ക് ചിലർ ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. അപ്പം അത് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലീറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് എടുത്തു കൊടുക്കാം. ഓക്കെ, കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ
അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഏകദേശം പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ദേ ഇവിടെയൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ് കിട്ടും. ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടിരിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു ചെറിയ പിൻ കൊടുക്കുകയാണ്. ചിലർ ബ്ലൗസിനോട് ചേർത്തൊക്കെ പിൻ ചെയ്ത് വെക്കും. അങ്ങനെ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ബ്ലൗസിനോട് ചേർത്ത് പിൻ ചെയ്യാതെ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് പിൻ ചെയ്തിട്ട് കയ്യിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ദേ ഇവിടെ. സോ നമ്മളുടെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. ഹീലിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പ്ലീറ്റ് അതുപോലെ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പ്ലീറ്റ് താഴോട്ട് വരും. കാരണം ഹീൽസ് ഇട്ടിട്ടില്ല, കാലിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല. സൈഡിലെ പ്ലീറ്റ് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വെച്ചിട്ട് ഒരു പിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ അകത്തേക്ക് വെച്ച് പിൻ ചെയ്തില്ല, ഇവിടെ വെച്ചിട്ടാണ് പിൻ ചെയ്തത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സാരി നമുക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. ജസ്റ്റ് തറയിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് അങ്ങനെ ടച്ച് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഇരുന്നിട്ടൊക്കെ എണീക്കുമ്പോഴത്തേക്കും ബാക്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഡ്രേപ്പിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായി ഇതുപോലത്തെ ഇനി വീഡിയോസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.